എന്താണ് എന്താ രണ്ടാളും ഒരു പതിവില്ലാത്ത വരവ്? ഇത് പതിവില്ലാത്ത കഥയല്ലല്ലോപ്പാ. ഞങ്ങൾ കാര്യം പറഞ്ഞല്ലോ എന്നോട്. എന്റെ കച്ചവടമൊക്കെ ആകെ താറുമാറായി കിടക്കുക. എനിക്ക് ഇത്തിരി പൈസ വേണം. നിങ്ങൾ രണ്ടാളും ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായിട്ടാണല്ലോ. ഇതെന്തിനെ കെട്ടിപ്പിടിച്ചിരിക്കണപ്പാ? ഇതാണ് കൊടുക്കുക നമുക്ക്. അതിന് എന്റെ അഭിപ്രായം. പിന്നെ ഇത് വീട്ടാ പിന്നെ നമ്മളത് മുതലുണ്ടല്ലോ. പിന്നെ നമ്മളെന്തിനാ ഇത് ഇടങ്ങാറാണ് കിടന്നിട്ട്? നിങ്ങളിപ്പോ മുനീർക്കോട്ട എന്താ കണ്ടത്? ഇപ്പൊ ഇങ്ങക്ക് മുനീറും താമസിക്കുക ഇത്രയും വലിയൊരു പെരവാണോ? അത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പെര എടുക്കണം നമുക്ക്. അതന്നെ ചെറിയ പെര പോരെ നിങ്ങൾക്ക് രണ്ടാക്കും താമസിക്കാൻ. എനിക്കൊന്ന് ആലോചിക്കണം. നിങ്ങളിപ്പോ പോയിട്ട് പിന്നെ വരി. ആലോചിച്ചാ പോരാ, കാര്യം നടക്കണം. ഞങ്ങളെ കച്ചവടക്കാരായിട്ട് വരാം. ആലോചന ഒക്കെ നീ പിന്നെ അത്രേ ഉള്ളൂ. ഹംസക്ക ഓയ് അസ്സലാമു അലൈക്കും. അല്ല ഹംസക്ക, നിങ്ങളിപ്പോ എന്നെ വിളിച്ചെത്തിയിട്ട് ഇങ്ങനെ മുണ്ടാതിരിക്കുന്നു, എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലാക്കിയത്. അത് എന്തേക്കത്? എന്റെ മൂത്ത മക്കള് രണ്ടാളും ബന്ധു. ഓൽക്ക് ഈ തറവാട് ബുക്കളും. ഞാൻ എന്റെ സുഖമില്ലാത്ത കുട്ടിയിട്ട് ഒടുക്കാ പോവുക. അപ്പൊ ഓൽക്കിലെ തൊടും പറമ്പൊക്കെ നിങ്ങൾ ഓരിച്ചു കൊടുത്തല്ലേ? പേരൊക്കെ ചെറിയോനില്ലല്ലോ. ഓലെ കണക്കിന് അന്തലാത്തി എത്തനല്ലേ. ഓനിപ്പോ എന്തിനായി മുതലെന്ന് ഓര് ചോദിക്കുന്നത്. എനിക്ക് മക്കളും മൂന്നും ഒരുപോലെ ഇല്ല വിചാരം. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ ഹംസക്ക, മക്കളൊക്കെ ഒരുപോലെ തന്നെയല്ലേ വാപ്പാർക്ക് ഉണ്ടാകുക. ഞാനേ 10-15 കൊല്ലം ഗൾഫിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ ഈ പറമ്പും പേരൊക്കെ. ഓൽക്കിപ്പം വീതമാണോലോ. ഞാൻ മരിക്കോളം കാത്തുക്ക ഓൽക്ക് നേരല്ല. എനിക്ക് മരിക്കണേന് പേടിയില്ലാചാരം. എന്റെ കുട്ടിന്റെ കാര്യം നോക്കി. എന്താണ് അതെ എന്തപ്പോ ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ട്? അല്ല മക്കളെ, നിങ്ങളെ ബാപ്പ മരിച്ചിട്ട് ഇപ്പൊ 4 ദിവസമല്ലായിട്ടുള്ളൂ. അപ്പോൾക്കിന് ഇപ്പൊ ഇത് തീരുമാനിക്കാനൊക്കെ ആയോ? ഇനിയിപ്പോ ഇത് നീട്ടിക്കൊണ്ടുള്ളതെന്നപ്പോ ഞങ്ങൾ തീരുമാനം. എന്താ അളിയാ? അതന്നെ ഇതിപ്പോ ആരാ? ഇതിന്റെ അളിയൻ. ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പിന്നെ അളിയൻ തന്നെയല്ലേ? ഇത് നാട്ടുനടപ്പല്ലേ? പാപ്പാന്റെ സ്വത്തും മുതലും മക്കൾക്കുള്ളതല്ലേ? നാട്ടുനടപ്പാണേ, അതിനും കുഴപ്പമൊന്നുമില്ല. കാര്യം പറയാൻ ആള് വേണ്ടേ? പിന്നെ വേണം. അല്ലെങ്കിൽ തന്നെ എന്തിനപ്പോ നീട്ടിക്കൊണ്ടാണ് പേര വെക്കുക, അല്ലാതെ വേറെ വർത്താനല്ല. ആയിക്കോട്ടെ, ഇങ്ങളെ പേരാ ഇങ്ങളെ മുതല്. ഈ മുനീറിനെ കൊണ്ട് ഇപ്പൊ എന്താ നിങ്ങൾ കണ്ടിരിക്കണേ? ഞങ്ങൾ വല്ല അനാഥാലയത്തും കൊണ്ടാക്കാനുള്ള തീരുമാനം. എന്താക്കാം? അനാഥാലയത്തിൽ അതിനെന്താ കുഴപ്പം? സുബ്ഹാനല്ലാഹ്. ഇതിപ്പോ എന്താ രാജാരെ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പേര വെക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറെ ചുറ്റുപാടുകളുണ്ട്. ആയിക്കോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളെ ബാപ്പ മരിക്കണീന്റെ മുന്നേ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിക്കണവരെ കാത്തുക്ക ഓൽക്ക് നേരില്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഓല് ഓരോ ബിസിനസിന്റെ പേര് പറഞ്ഞിട്ട് രണ്ടാളും ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടേ. ഞാൻ തൊടുന്നിട്ട് കൊടുക്കുന്ന വിചാരം നിങ്ങളുടെ പൈസ അടക്കുന്ന മെഷീനൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ വീടിന്റെ ആധാരേ ബാങ്കിൽ കൊണ്ടയച്ചേക്കാണ്ടേ ലോൺ എടുത്ത് കൊടുത്തതാ. ഇന്ന് പലിശമ്മല് പലിശയ്ക്കാണ്ടേ ജപ്തി നോട്ടീസ് വന്നിക്കുക. നിങ്ങൾക്ക് അറിയോ? അത് ഓർക്ക് രണ്ടാൾക്കും അറിയില്ല. എന്നിട്ട് നിങ്ങൾ ഓരോട് അത് അറിയിച്ചിട്ടില്ല? ഞാൻ ഓലെ അറിയിച്ചിട്ടില്ല. എനിക്കത് തോന്നിയില്ല.
അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധിക്കുന്നത് ഞാൻ മനസ്സിലാക്കാണ്. അതായത് ഈ പെര ഇപ്പൊ പണയത്തിലാണ്. അതിന്റെ ജപ്തി നോട്ടീസാണ് ഈ കാണുന്നത്. ഈ പെര ഇപ്പൊ വിറ്റാലും ഈ കടം തീരൂല. അപ്പൊ നിങ്ങളിൽ ആരാച്ചാല് ഇതിന്റെ കടം വീട്ടിയിട്ട് ഇത് വിൽക്കുക വാങ്ങുക എന്ത് ചെയ്താലും ആചാര്യക്ക് ഒരു തിരക്കടില്ല. ആർക്കാ വേണ്ടി? ഇതാ ആർക്കാ വേണ്ടി? അളിയാ, ഇത് പുലിവാലാണ്. ഇതിലിടപെട്ടാൽ നമുക്ക് ശരിയാവൂല. നമുക്ക് പോവാ. ഇത് ആര് വേണേലും എടുത്തോട്ടെ. നിങ്ങളെന്താ ചെയ്തോളൂ, എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട ഒന്നും. അല്ല പോകാൻ പറ്റേ. അല്ല എന്താ ഇപ്പൊ നിങ്ങൾ 5 മുനീറിനെ കൊണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിരുന്നത്? മുനീറിനെ കാരണം ഒരു കാക്ക നോക്കിക്കോളും കേട്ടോ. എനിക്കൊന്നുമില്ല. അല്ല അത് കാക്ക നോക്കുക. അതാണ് എനിക്ക് പറ്റൂല. ആളെ നോക്കാം. ശരി എടാ, അല്ലെങ്കിൽ തന്നെ ആചാര്യ 3-4 വീട്ടിലുണ്ട്. എന്നെക്കൊണ്ടും പറ്റില്ല. നിങ്ങളെന്താ വെച്ചാ കാട്ടിക്കോളി. സ്വന്തം ചോരനവനൊന്നും നോക്കാൻ പറ്റ, സ്വത്തും മുതലും മതി. ജാഹിലീങ്ങള്. എനിക്ക് 2 എനിക്ക് ഓനും കൂടി ഒന്നും ഏറൂല. ഞാൻ കൊണ്ടുപോകോനെ.